കേരളത്തിലെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരായ അച്ചടക്ക നടപടി ഉടൻ ഉണ്ടാവുമെന്നുള്ള സൂചനകൾ വരികയാണ്. പീച്ചി സ്റ്റേഷനിലെ മുൻ SI ആയിരുന്ന രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മറുപടി ലഭിച്ചാൽ ഉടൻ അച്ചടക്ക നടപടിയെടുക്കും. പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് നടക്കും. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ഇന്ന് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കും. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകുന്നുണ്ട്. വിജിൻ, ഈ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായൊരു നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരം നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു എന്നുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് അതൊരു സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുന്നതിന്റെ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്? ജിൽസി, എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇക്കാര്യത്തിൽ പ്രതിഷേധമുയർത്തുക, ഈ വിഷയം ഇങ്ങനെ സജീവമായി നിർത്തുക എന്നുള്ള ഒരു നീക്കം, എന്നുള്ള തീരുമാനം തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കുന്നംകുളത്തെ സുജിത്തിനെ മാരകമായി ആക്രമിച്ച് മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശനമായ നടപടി വേണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഒക്കെ നടന്ന പോലീസിന്റെ അതിക്രമവും മർദ്ദനവും ഒക്കെ അതിൽ ഒക്കെ നടപടി ഉണ്ടാകണം എന്നുള്ള നിലപാടാണ് നിലവിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്തായാലും സുജിത്തിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉത്തരമേഖല IG തന്നെ അവരെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ആരോപിക്കുന്നത് അത്തരത്തിൽ ഒരു സസ്പെൻഷൻ നടപടി അത് പോലീസുകാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അവർക്ക് തിരികെ സർവീസിലേക്ക് എത്താൻ കഴിയും എത്രയും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ നടപടി പോരാ, അവരെ പിരിച്ചുവിടുക തന്നെ വേണം സർവീസിൽ നിന്ന് എന്നുള്ളതാണ് കൃത്യമായ നിലപാട് ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്. KPCC പ്രസിഡന്റാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ പ്രധാന നേതാക്കൾ എല്ലാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കിളിമാനൂരിലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുക. കൊടിക്കുന്നിൽ സുരേഷ് MP കൊട്ടാരക്കരയിലും, ഒപ്പം തന്നെ MM ഹസൻ വിഴിഞ്ഞത്തും, K മുരളീധരൻ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്കും നടക്കുന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യും. ഇങ്ങനെ ഈ വിഷയം സജീവമായി നിർത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ കോൺഗ്രസും UDFും ഉദ്ദേശിക്കുന്നത്. അടുത്തയാഴ്ചയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഈ മാസം 15-ാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കും. അതിന് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വരികയും ചെയ്തിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഒക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് കൂടുതൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും UDF കൈക്കൊണ്ടിട്ടുള്ളത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയം നിലവിൽ ഭരണപക്ഷം ഈ സഭയിൽ ഉയർത്തിയാൽ ഇത്തരം പോലീസിന്റെ നടപടികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരിക്കും ഭരണപക്ഷത്തെ പ്രതിരോധിക്കാനുള്ളൊരു നീക്കം എന്തായാലും നിലവിൽ UDF നടത്തുക. ഇന്ന് എന്തായാലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിനാണ് നിലവിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു.